വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ നാട്ടിലാണ്. ഞാൻ നാട്ടിലെത്തിയ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ട്രാവലിന് മുന്നുള്ള പ്രിപ്പറേഷൻസും മോർണിംഗും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒമാൻ എയർപോർട്ടും ആ എയർപോർട്ട് ലോഞ്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ആക്സസ് കാർഡ് കിട്ടിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോഞ്ച് യൂസ് ചെയ്യാത്തവർക്കായിട്ടും കാർഡ് എടുക്കാത്തവർക്കായിട്ടും വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അത് കിട്ടിയത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സർവീസ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം വളരെയധികം നല്ല സർവീസാണ്. അത്രയ്ക്ക് നല്ലതാണ്. ഫുഡാണെങ്കിലും എന്താ പറയുക, അവിടുത്തെ കംഫർട്ടബിൾ അതൊക്കെ നമുക്ക് അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തലേ ദിവസം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ആ ഫുഡ് കഴിച്ച് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ 6:05 ഇത് സമയം കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കറിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കറിയൊന്നും വാങ്ങാത്തത് കേട്ടോ. ഇഡലി, ദോശ, പിന്നെ നെയ് റോസ്റ്റ്, പിന്നെ അപ്പം, കറി അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ എനിക്കതൊന്നും വേണ്ട, കറിയൊന്നും വേണ്ട തോന്നിയിട്ടാണ് ഞാനൊരു മുട്ടയും ഒരു പൊറാട്ടയും ഒരു പാലുമാണ് ഞാൻ വാങ്ങിയത്. പിന്നെ കുറേ കറിയൊക്കെ കൂട്ടി കഴിച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഹോട്ടൽ ഫുഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വെജ് മീൽസ് തന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആകെ 3 ദിവസം 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ തീരുമായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പോയതിൽ ചെറിയൊരു വ്യത്യാസം കാരണം മാത്രം ഞാൻ 3 ദിവസം 4 ദിവസം 4-ാം ദിവസം യാത്ര വന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കുറേ ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എന്നാലും പിന്നീട് ഞാനത് പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതെല്ലാം മസ്കറ്റിൽ തിരിച്ച് വന്നതിന് ശേഷം തന്നെയാണ് കേട്ടോ. ഞാൻ വേഗം തന്നെ 3 ദിവസം കൊണ്ട് തന്നെ തിരിച്ച് വന്നു. അപ്പോൾ ഇത് ചിപ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് 13 ദിവസം നാട്ടിൽ നിന്നെങ്കിൽ പോലും എനിക്ക് തിരിച്ച് വരുന്ന ദിവസം എനിക്ക് ചിപ്സും ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ മോൾ എപ്പോഴും പറയും, അമ്മ ലാസ്റ്റ് നിമിഷം നേരം വൈകി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് വരാൻ തീരുമാനിച്ചതും അന്ന് തന്നെ ടിക്കറ്റ് എടുക്കുന്നു, അന്ന് തന്നെ പോരുകയാണ് കേട്ടോ. ആദ്യം ഞാൻ വാങ്ങാൻ പോയത് കുറച്ച് ചിപ്സാണ് കേട്ടോ. ഇത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന ചിപ്സുകളാണ്. എല്ലാ ഐറ്റംസൊന്നും ഞാൻ വാങ്ങിയിട്ടാവും. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ കാണിക്കാം, എന്തൊക്കെയാണ് വാങ്ങിയത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് വേറെ എന്തിന് സമയമില്ലെങ്കിലും ഇത് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ വേറെ ബാക്കി എന്ത് കാര്യത്തിനും നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആദ്യം വാങ്ങുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സും തയ്പ്പിച്ചു കേട്ടോ. 1 അവർ കൊണ്ടുള്ള സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാതിരുന്ന ഒന്നുമല്ല. എനിക്കത് സ്റ്റിച്ച് ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ഇനി അത് അറിയില്ല ഇടാൻ പറ്റുമെന്ന്, ആൾട്രേഷനൊക്കെ ചെയ്തിട്ടൊക്കെ ഇടേണ്ടി വരുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എവിടുന്നാണ് തയ്ച്ചത് ഏതാണെന്നൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. പിന്നെ എയർപോർട്ടിലെത്തിയിട്ട് എനിക്ക് ഇനി ധാരാളം സമയമുണ്ട്. അത് വളരെയധികം റിലാക്സ് ചെയ്യാം. പക്ഷേ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ തന്നതിന് ശേഷമല്ലേ നമുക്ക് ലോഞ്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതിനൊന്നുള്ള സാവകാശം ഉണ്ടായിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. ഇത് രാത്രിയാണ്. പിന്നെ നമുക്ക് ഈ വരണ്ട ഓട്ടപ്പാച്ചിലുകളായതുകൊണ്ട് ഒന്നും നടന്നില്ല, ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് എയർപോർട്ട് നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു നമ്മുടെ ഡെയിലി ലൈഫാണല്ലോ ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഡെയിലി ലൈഫ് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കമൻ്റായിട്ടൊക്കെ കുറച്ചൊക്കെ രേഖപ്പെടുത്തു. അപ്പോൾ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ എയർപോർട്ടിൽ എനിക്ക് ധാരാളം സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സമയം നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ, ഉള്ളിൽ കയറാൻ പോകുന്നേ ഉള്ളൂ. ഉള്ളിൽ കയറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് മാറി നിന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉംറയ്ക്ക് പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അവർക്ക് കുറേ ഇൻസ്ട്രക്ഷൻ കൊടുക്കലും അവരെ യാത്രയാക്കാൻ വന്നവരും ഒക്കെ കുറേ പേരുണ്ട്. അപ്പോൾ അവിടെ ആ സൈഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് എത്രയോ ട്രോളികൾ ഒന്നിച്ച് കൊണ്ടുപോയി അവരിങ്ങനെ നമ്മൾ ട്രോളി എടുക്കും. നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ട് പോകും. നമ്മുടെ കാർ പാർക്കിംഗ് ഒക്കെ എവിടെയാണോ നമ്മൾ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ അങ്ങനെയാണല്ലോ, അത് അവിടെ ഇട്ടിട്ട് പോയി. പാവങ്ങൾ ഇവരാണ്, അവരുടെ ജോലിയാണ് ഇല്ലയെന്ന് പറയുന്നില്ല, അവരാണ് അതെല്ലാം കൊടുന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടതിപ്പോൾ ഒന്ന് പകർത്തിയെന്നല്ലോ കേട്ടോ. നമ്മളൊരിക്കലും ആ ട്രോളി കൃത്യസ്ഥാനത്ത് എടുത്തു വയ്ക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പക്ഷേ എപ്പോഴും ഇതിങ്ങനെ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അവരിങ്ങനെ ഒന്നിച്ചിങ്ങനെ തള്ളിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ കയറി. പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. എനിക്ക് ബോർഡിംഗ് പാസ് കിട്ടാൻ കുറച്ച് നേരം വൈകി. ഞാൻ ഉറങ്ങിപ്പോയി. ഉള്ളിൽ കയറിയിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ കൗണ്ടർ ഓപ്പൺ ആയത് ഞാൻ കണ്ടില്ല. അങ്ങനെ ലോഞ്ചിലൊക്കെ എനിക്ക് സമയം കുറവേ കിട്ടിയുള്ളൂ. വളരെ കുറഞ്ഞ സമയം എനിക്ക് ലോഞ്ചിലൊക്കെ ഉണ്ടായുള്ളൂ. കാരണം ബോർഡിംഗ് പാസ് ആദ്യം തന്നെ ഞാൻ എയർപോർട്ടിൽ നേരത്തെ എത്തിയെങ്കിൽ പോലും പിന്നീട് ഉറങ്ങിപ്പോയില്ലേ, അതുകൊണ്ട്
കഴിക്കുന്നുണ്ട് കേട്ടോ. ലഞ്ച് ഫുഡ് കുഴപ്പമില്ല. ഇതൊക്കെ യോഗർട്ടുകളൊക്കെയാണ്. ഞാൻ അതൊന്നും കഴിച്ചില്ല. രാവിലെ 6 മണിയല്ലേ, അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ചീസ് യോഗർട്ട്, പിന്നെ എന്തോ ഒലീവൊക്കെ ഇട്ടിട്ടില്ല, അങ്ങനെ എന്തോ ഫ്ലേവേർഡ് യോഗർട്ടുകളോ കാണിട്ട് അതൊക്കെ. പക്ഷേ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നില്ല. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ചെന്നതും ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വിട്ടുപോവുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ചാർജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. ഇതൊന്നും ഈ ലോഞ്ച് ഈ കയറി വരുന്ന സ്ഥലം, പിന്നെ ആ ഫുഡ് ഏരിയയിൽ കുറച്ച് സ്ഥലം കൂടിയേ ഉള്ളൂ. ആ ഭാഗം ഞാൻ അത്ര കാണിച്ചില്ല. അതിന് വേറൊരു കാരണം ഉണ്ടായി. ആദ്യം ഞാൻ ഫോൺ ചാർജ് ഇല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിനുശേഷം ചാർജ് ചെയ്തിട്ട് പിന്നെ അവർ ഒരു ഒരു അവിടുത്തെ ഒരു ആൾ മാനേജ് ചെയ്യുന്ന ആളാണ് തോന്നുന്നു. അവർ കൂടുതൽ എന്താ പറയുക, കൂടെ ജോലി ചെയ്യുന്ന അവർക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ ആ പാൻട്രിയുടെ ആ ഭാഗത്തേക്ക് ആ കോർണറിൽ നിന്നിട്ടായിരുന്നു. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞാനും ഒരു അങ്കിളും മാത്രമേ ലോഞ്ചിലുണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഒരു പെൺകുട്ടി വന്ന് ഞാൻ ഇറങ്ങുമ്പോഴേക്കും. അത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒമാൻ എയർപോർട്ടിനകത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ എന്തോ, ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല, പിന്നെ എന്താ പറയുക, യോഗർട്ടുകൾ, ചീസ് അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ മൈസൂർ മസാല ദോശയും പിന്നെ ഓംലെറ്റും ചായയും ആണ് കുടിച്ചത് കേട്ടോ. അത്ര വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. പിന്നെ പുട്ട്, കടല, ഇഡ്ഡലി, സാമ്പാർ, ചട്നികൾ അങ്ങനത്തെ എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ഈ ബ്രെഡ്, പൊറാട്ട, അങ്ങനത്തെ പൊറാട്ട ഉണ്ടോ അത് എനിക്കറിയാം. പൊറാട്ടയൊക്കെ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കഴിക്കുകയാണെങ്കിലൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ സിറിയൽസ്, അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പാല് രക്ഷെടുത്തിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് സമയം ഉണ്ടാവുകയും ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും സർവീസ് യൂസ് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് ബാങ്കിൽ നിന്ന് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ വർഷത്തിൽ 300-500 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫുഡ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കംഫർട്ടബിളായിട്ട് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാമല്ലോ. അപ്പോൾ അതും ഒരു സൗകര്യം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോഞ്ച് എല്ലാവരും എടുക്കുക എന്ന് പറയുന്നു. ഇവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കപ്പ് നൂഡിൽസൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിന് തന്നെ നന്നായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 300 above to 500 വരെ ഉണ്ടാവും എന്തായാലും ചെറിയൊരു സാധനം വാങ്ങുന്നതിന്. അതിൽ നമുക്കൊരു വർഷത്തേക്ക് നമുക്കൊരു കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് 3 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. എന്തായാലും ഭാഗ്യത്തിന് ഓൺ ടൈം ആയിരുന്നു ഫ്ലൈറ്റ് ഇട്ടാൽ. കാരണം എനിക്ക് ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തലേ ദിവസം ആ എയർപോർട്ടിൽ ഇരുന്നിട്ടുള്ള ഉറക്കം ഉണ്ടായിട്ടുള്ളൂ. ഇവിടുന്ന് പോയിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഓൺ ടൈം ആവണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ ബാക്കി കാഴ്ചകളാണിത്. അല്ല, ഞാൻ ഒമാൻ എയർപോർട്ടിൽ ഇറങ്ങി അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കൃത്യസമയമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൃത്യസമയമായിരുന്നു. ഒട്ടും ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ നിന്നും അത്രയും കണ്ട് നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെന്തോ അങ്ങനെ പറ്റിയില്ല. പിന്നെ ഇത് ഒമാൻ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഒമാൻ എയർപോർട്ട് വളരെ വലുതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കുറേ ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഈ കാഴ്ചകൾ തന്നെ ഇത് കൂടെ തന്നെ ഇങ്ങനെ നടന്നു. കുറേ ഇങ്ങനെ മാറി 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 ഇതേ രൂപത്തിൽ തന്നെ നീളത്തിൽ കിടക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മളങ്ങനെ നടന്ന് വരണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം എസ്കലേറ്റർ എടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ പതുക്കെ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരാൻ അവിടെ ലഗേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് വരാൻ പറയാറ്. അപ്പോൾ ഞാൻ ലഗേജ് ആകുമ്പോഴേക്കും പതുക്കെ പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പതുക്കെ എസ്കലേറ്ററൊക്കെ മാറിയിട്ട് അപ്പുറത്ത് കൂടെ അങ്ങ് നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സത്യത്തിൽ സോളോ ട്രിപ്പ് എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് സോളോ ട്രിപ്പുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സോളോ ട്രിപ്പ് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ സിനിമയ്ക്ക് വരെ പോകണമെന്നുള്ള പ്ലാനിൽ തന്നെ ഇവിടുന്ന് പോയത്. ഞാൻ ഇടുക്കിയൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ. പക്ഷേ അതൊന്നും നടന്നില്ല, അതിനൊന്നുള്ള സാവകാശമില്ല. പിന്നെ ഒരു ദിവസമാണെങ്കിൽ നേരത്തെ സമയം കിട്ടിയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടിപ്പാടി എല്ലാവരും കണ്ടുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞാൻ ആ കണ്ട കാഴ്ചകൾ പകർത്തിയതാണ്. നല്ല പുതിയ എയർപോർട്ടാണ്. അതിനുശേഷം അതിനുശേഷം മാത്രമല്ല വലിയ എയർപോർട്ടും കാണാനും ഭംഗിയാണ്.
പിന്നെ നമ്മൾ ലഗേജ് എടുക്കുന്നിടത്തൊക്കെ ഇമിഗ്രേഷനിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ വരവാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ ഗ്ലാസ് നമ്മൾ ഈ നടക്കുന്ന പുറത്തേക്ക് കാണുന്ന കാഴ്ചകളാണ് ഞാൻ ഈ പകർത്താൻ ശ്രമിച്ചത്. അത് എത്രത്തോളം നിങ്ങൾക്കത് ഗ്ലാസ്സിനുള്ളിൽ കൂടി ആയതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ രാവിലെ ഒരു 9 മണി ആ സമയത്താണ് കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങിയത്. 9-9:30യുടെ ഉള്ളിൽ. അപ്പോൾ ഇത് എസ്കലേറ്റർ വരുമ്പോൾ ഈ രണ്ട് സൈഡിൽ അങ്ങനെ ആ പെബിൾസ് ആയിട്ട് കാണും. ഇവിടെ ഇങ്ങനെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. രാത്രിയിലൊക്കെ ആൾക്കാരൊക്കെ കിടന്നിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ വേറെയും അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ലോഞ്ച് ഇല്ലെങ്കിൽ പോലും കിടക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ഇടയിൽ കാണും. പിന്നെ ഒരുപാട് കംഫർട്ടബിളായിട്ട് അങ്ങനെ കിടക്കാം. എന്നാലും പൊതിച്ച് മൂടിയിട്ടൊക്കെ ഇഷ്ടംപോലെ ഉറങ്ങാറൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഉറങ്ങുന്നതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഞാനും എയർപോർട്ടിൽ സീറ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ പലപ്പോഴും എയർപോർട്ടിൽ ഇരുന്നിട്ട് ധാരാളമായിട്ട് നന്നായിട്ട് തന്നെ ഉറങ്ങാറൊക്കെ ഉണ്ട്. പല ആൾക്കാരും വളരെ വേഗത്തിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് പഞ്ച് ചെയ്യാനൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കാം. അതുകൊണ്ടും കൂടി ആയിരിക്കാം അവർ പെട്ടെന്ന് ദിവസം തന്നെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ലതാവുമല്ലോ. ആ ഒരു ഇതിലൊക്കെ ആയിരിക്കാം വളരെ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്നൊക്കെ മാറി അവിടെ മാറി നിന്ന് തിരക്കുള്ളവർ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലാതെ അങ്ങനെ ഒരാളും ഓടില്ലല്ലോ. ഇതപ്പോൾ എയർപോർട്ടിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ പുറത്തിറക്കുന്ന ഭാഗം കേട്ടോ. ലഗേജ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം 2 സൈഡിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അങ്ങനെ എൻ്റെ ലഗേജ് എനിക്ക് കിട്ടിയിട്ടാണ് വേഗത്തിൽ. ഞാൻ പറഞ്ഞില്ല ഞാൻ പതുക്കെ വന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലഗേജും കിട്ടി. പിന്നെ നമുക്ക് കാർഡ് യൂസ് ചെയ്തിട്ട് ഇമിഗ്രേഷനിൽ നിന്ന് പെട്ടെന്ന് കാർഡ് സ്കാൻ ചെയ്ത് പുറത്ത് കിടക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എൻ്റെ കാർഡ് റീഡായില്ല. എൻ്റെ മാത്രമല്ല കുറച്ച് പേര് റീഡായില്ല. അതുകൊണ്ട് പാസ്പോർട്ട് കാണിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലഗേജും കിട്ടിക്കഴിഞ്ഞിട്ടാണ് സാധാരണ ഹസ്ബൻഡിനെ വിളിക്കാറ് കേട്ടോ. കാരണം അവർ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പുറത്ത് കിടന്നു. പക്ഷേ ഇവർ വന്നിട്ടില്ല. ഇവർ വരുന്നേ ഉള്ളൂ. ഞാൻ വെച്ചാൽ ആൾ വേഗാണ്ട് വരുമെന്ന്. പക്ഷേ ആൾ മോളേനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റിംഗ് വേണ്ടി വന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവർ ഒന്നും കൂടിയിട്ടുള്ള കാഴ്ചകൾ കാണിക്കാതിരുന്നത്. അങ്ങനെ ഹസ്ബൻഡും മോളും കൂടിയിട്ട് എയർപോർട്ടിലേക്ക് എന്നെ കൂട്ടാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് വീഡിയോ എടുത്താണ്. ഇത് എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് വരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളും ആ റോഡിലുള്ള കാഴ്ചകൾ. ഇത് എയർപോർട്ട് എത്തി, ഔട്ട്സൈഡ് പാർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് അപ്പോൾ നാട്ടിലെ കെട്ടി പിടിക്കാം. കുഞ്ഞിക്ക് പൊട്ടിക്കാൻ കേട്ടോ. എന്ത് പറ്റി? തുറക്കാൻ പറ്റുന്നില്ല. ആവിലേക്ക് ഒന്നല്ല, ഇതിങ്ങനെയാണ്. കിലോ ലഗേജാണ് കേട്ടോ. 19 കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പം അന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല. ആ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് സാധനം നോക്കാം. ഇതൊക്കെയാണ് കൊണ്ടുവന്ന സാധനങ്ങൾ. ചിപ്സ് നുറുക്ക് ഇവിടെയൊക്കെ അതന്നെ. എള്ളുണ്ട, കറുത്ത എള്ളുണ്ട കേട്ടോ. ഇത് 2 ജിലേബി. അത് ചിലപ്പോൾ കഴിച്ചില്ലെന്ന് വരും. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെ ലഗേജ് പ്രശ്നമല്ലേ. ഈ നുറുക്ക് ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു പോയിന്റ് വില കൂടുതലുണ്ടെന്ന് മാത്രമേ നല്ലതാണ്. ഇത് കൂർക്ക, അത് പൊട്ടിയിട്ട് ഇത് കൂർക്ക. പക്ഷെ ഇത് അല്ല, ഇത് കുഞ്ഞ് ചേമ്പ്. ഇത് കൂർക്ക.
വണവയ്ക്കല്ലേ സംസാരിക്കുക. ഇത് കൂർക്ക, അല്ല ഇത് ചേമ്പ്, ഇത് പൊട്ടിയിട്ട് ഇതാ ചളി കേട്ടോ. ഇത് കൂർക്ക ഒക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് ലഗേജ് പ്രശ്നം, കുറേ ഡ്രസ്സ് ഞാൻ ആവശ്യമില്ലാതെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒന്നും തുറക്കുക പോലും ചെയ്യാതെ അതേ പത്തനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇതും ചിപ്സ് തന്നെ. ചിപ്സ് അല്ല, നുറുക്ക് കിട്ടാ, നുറുക്ക്. നുറുക്ക് അത് അതേപോലെ തന്നെ മറ്റേ ഇത് നുറുക്ക്, ഇതാ നുറുക്ക്. പിന്നെ ഇതൊക്കെ അവരുണ്ടാക്കുന്ന കടയിൽ. അതെ, ഇതൊക്കെ അവർ ഉണ്ടാക്കുന്നത്. ഇത് കടലമിഠായി ഉണ്ടാക്കുന്നതാവുമെന്ന് അറിയില്ല. ഇത് പപ്പടം കേട്ടോ, പപ്പടം. അത് ടേസ്റ്റി ഗുരുവായ പപ്പടം എന്ന് കാണുന്നുണ്ട്. ഇത് മിച്ചർ, മുട്ട മിച്ചറ. ഇതെല്ലാം ഗ്രീൻ പീസും ചിക്ക് പീസും പിന്നെ അങ്ങനെ എന്തൊക്കെയുള്ള ഒരു തരം മിക്സ്ചർ. ഇതൊക്കെ അവിടെ ഉണ്ടാക്കി തന്നെയെന്ന് പറഞ്ഞു. ഇത് ലഡു ആണ് കേട്ടോ. പിന്നെ ഇത് മസാലക്കടല. എറിയല്ല അല്ലാത്ത ഫുഡ് അങ്ങോട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെക്കുന്നതാണ്. അച്ചു ഇത് ഉള്ളി 2 കിലോ, 5 കിലോ തന്നെയായിരുന്നു ടാർഗറ്റ്. പക്ഷേ കൊടാട്ടത് ഇവിടുന്ന് കൊണ്ടുപോയ കൊടയാണ്. അത് അങ്ങനെ അതേപോലെ കൊണ്ടുവന്നിരുന്നു. കൊണ്ടില്ല, ഇല്ല, ഒരു പ്രാവശ്യം യൂസ് ചെയ്തു അത്ര തന്നെ. മഴ ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇത് മാങ്ങ കേട്ടോ. പിന്നെ ഇത് പേരയ്ക്കും നെല്ലിക്ക കേടാവാൻ തുടങ്ങിയ നെല്ലിക്ക തുറന്ന് കാണിക്കാം. ഇത് വേണം. ഇതൊരു മാസ്ക് ഞാൻ പണ്ടത്തെ വെച്ചു, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി തന്നെയാണ്. അത് പെട്ടിരുന്ന ഇതായിട്ടല്ലേ ഇടും. അയ്യോ, അച്ചപ്പം ഫുള്ള് പൊട്ടിയിട്ടാം. ഞാൻ ഹാൻഡ് ബാഗിൽ വെച്ചാലോ വിചാരിച്ചിരുന്നു ആദ്യം. അച്ചപ്പം. ഇത് ശർക്കരപ്പേരി. ഇങ്ങോട്ട് നിൽക്കട്ടെ. ഇതിന് കളറില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കളറില്ല, അത് അവർ പറഞ്ഞു. പിന്നെ ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതൊരു തരം കുഴലപ്പം. ഇതിൽ ചുക്ക്, ശർക്കര, ജീരകം ഒക്കെ ഇട്ടിട്ട് അതിൽ ശർക്കരപ്പേരി ഉണ്ടാക്കില്ലേ, അതേപോലെ കുഴലപ്പം ഇതിലിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പുതിയൊരു ഐറ്റം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ബ്രൗൺ എള്ളുണ്ട. പിന്നെ ബനാന ചിപ്സ്. പിന്നെ ഇത് പഴുത്ത കായയുടെ ചിപ്സ്. മധുരം ഉണ്ടാവും. മധുരമുള്ളത്. ഇത് വേറെ ടൈപ്പ് മിക്സ്ചർ. ഇത് ബോംബെ മിക്സ്ചർ പോലത്തെ ചെറിയ സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ. ഇത് മറ്റൊന്നാ അല്ല, രണ്ടാ. മറ്റേത് ഗ്രീൻ പീസും ചിക്ക് പീസും ഉണ്ടാ. 2 ചിക്ക് പീസൊക്കെ. ഇത് 250 ഗ്രാമും. ഇത് എത്ര? 1/2 കിലോ. ഇത് ഒരു അരിയുണ്ടാട്ടോ. ഇത് ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ, അത് തുറന്നിട്ട്. ഇതെന്തുകൊണ്ട് ചെറുത് കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഓട്ടപ്രദക്ഷിണമായിരുന്നു ലാസ്റ്റ്. ഞാൻ വരാൻ തീരുമാനിക്കുന്നത് 5 മണി 4:30 ആയിട്ടാണ്. 2 മണി ഇട്ടിട്ട് 4 മണി വരെ എന്താ വേണ്ടെന്ന് ആലോചനയിലായിരുന്നു. അതിനുശേഷം 4 മണിക്ക് ശേഷം തീരുമാനിച്ചു ഇന്ന് തന്നെ പോവാന്നുള്ളത്. അങ്ങനെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ വീണ്ടും ഞാൻ പോയി സ്ഥലത്തുനിന്ന് ഒരു ഓഫീസിൽ നിന്ന് 5 മണി കഴിഞ്ഞിട്ട് 5:20 ഇറങ്ങുന്നു. പിന്നെ അതിനുശേഷം ഒപ്പിച്ച കാര്യങ്ങൾ. ഫ്ലൈറ്റ് രാവിലെ ഉണ്ടെങ്കിൽ പോലും ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് ലേറ്റായിട്ട് പത്ത് ഷോപ്പിങ്ങും എയർപോർട്ടിൽ പോകുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ 9 മണിയാകുമ്പോൾ കടകളൊക്കെ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ആ ഒരു സമയം കൊണ്ടുള്ള വാങ്ങലല്ലേ നടക്കുള്ളൂ. 2-3 കിലോ കൂടി സാധനങ്ങൾ കൊണ്ടുവരായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങാനുള്ള ബുദ്ധിമുട്ടാകൊണ്ടാണ് വാങ്ങാൻ പറ്റാതിരുന്നത്. ഈ ക്ലിപ്പ് എത്രയാണ്? ആ ക്ലിപ്പുകൾക്ക് ഒന്നിച്ച് എത്ര, അതിന് സെപ്പറേറ്റ് അവർ വില പറഞ്ഞില്ല. ഒന്നിച്ചിനോട് 200 എത്രയും കണ്ട് പറഞ്ഞു. 3 ഫേസ് വാഷും ആ സാധനങ്ങളും കൂടിയിട്ട്. എൻ്റെ ക്ലച്ചർ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ വെച്ച് മാറും. 200 എല്ലാം കൂടിയിട്ട് 105 കാണുന്നത്. അല്ല, 115 രൂപ ഉണ്ട്. ഹിമാലയയുടെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. 85 ഇത് തുറന്നിടാം. ഓരോന്ന്
തുറന്നിട്ട് തന്നെ ഇടാട്ടാ. പേരക്ക, ഉള്ളി എല്ലാം അത് സൈഡിലേക്ക് വെച്ചോളൂ. സൈഡിലേക്കായിട്ട് തുറന്നിടാം. മറ്റേത് അവിടെ വെക്കുക. ഇവിടെ വേണ്ട. കാണിച്ചോളൂ. ക്യാമറ മാറ്റേണ്ടത്. ഓക്കെ, തുറക്കാട്ടോ. തുറന്നിടാം. മറ്റേ കേടായി പോകും. നമ്മൾ ആശിച്ച് പോയിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ കേടായി പോകും. ഇത് കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഉണക്കിയാൽ നന്നാവും തോന്നുന്നു. അതോ ഇങ്ങനെ തന്നെയാണോ? ഒന്ന് വെയിലൊളിപ്പിക്കുക വേണ്ടതുള്ളതാണ്. മണ്ണ് അറിയുന്നുണ്ട്. അതെന്താ? ഇത് കുഞ്ഞ് ചേമ്പിട്ടാ. ഇതിനൊന്നും എന്താ വില എന്നുള്ളത് അറിയില്ല. ഈ ഇത്തിരി സാധനങ്ങൾക്ക് 747 രൂപ എന്നുള്ള അറിയാം. ഓരോന്നിനും വില ചോദിച്ചിട്ടില്ല. ഈ പലഹാരത്തിനെല്ലാം കൂടിയിട്ട് അവിടെ 2000 രൂപ ബില്ലേ? പലഹാരത്തിനെല്ലാം കൂടി 2000. ഇവിടെ മണ്ണുണ്ട്, ഇവിടെ പറിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഒന്നും ചെയ്യണ്ട. ചേമ്പ് കൂർക്ക അല്ലേ? കൂർക്ക് പുറത്തുനിന്ന് കൊണ്ടായിരുന്നു. കൂർക്ക് കുറച്ചും കൂടി കൊണ്ടുവരുന്നു. പക്ഷെ അര കിലോനേ ഉള്ളൂ. അര കിലോ ഒരു നേരത്തേക്കുണ്ട്. 2 മിച്ചർ ഒഴിവാക്കിയായിരുന്നു. 2 മുറുക്കല്ലോ. ഇവിടെ അച്ഛനൊന്നും സമ്മതിക്കില്ല വെച്ചിട്ടാണ് ഇത്രയും വാങ്ങിയത്. ഇത്രയൊന്നും വേണ്ട. 5 കിലോ സംതിങ് ഉണ്ട്. ശർക്കര വരട്ടിയൊന്നും വേണ്ടായിരുന്നു. അച്ഛനെ വയ്ക്കുള്ളൂ. 5 കിലോ സംതിങ്. അച്ഛൻ പോലും വയ്ക്കില്ല. ഞാൻ കൂർക്ക് ഇത്രയും കേട്ടോ. കാണുമ്പോൾ വിഷമം തോന്നുന്നു. ഇതെന്തത്? ഇതൊരു ഉപ്പേരിക്കില്ല. സാഡായി, ദുഃഖായി. എന്താ? അത് എൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി. ഇതാ ഇതിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ ചെരുപ്പാണ്. അത് കാണിക്കുന്നില്ല. പിന്നെന്താ? പിന്നെ കഴിഞ്ഞ പോലെ എത്രയേ ഉള്ളൂ. പേരക്ക ചെയ്ത് കൊടുക്കും. കഴിക്കാം. ഇതിൻ്റെ തുണി വെച്ച് കാണിക്കാം. എന്നാ ഉള്ളിയും കൂടി ഇവിടെ അഴിച്ചിടാം. പേപ്പറിടാം. ഇനി എന്താ പേപ്പർ? കൂർക്ക സാധാരണ മാങ്ങ നീങ്ങും കുഴപ്പമില്ലേ? പേരക്ക ഉണ്ടായിരുന്നു. കൂർക്ക കൊണ്ടുവരായിരുന്നു. കൂർക്ക ലാസ്റ്റ് കണ്ണുപെട്ടത്. അതുകൊണ്ട് അതേ ചേമ്പ് ഇത്ര വാങ്ങേണ്ടിയിരുന്നില്ല. വെളുത്തുള്ളി വിട്ട വേണ്ടില്ല. ഉള്ളി ചെയ്യണ്ടോ? ഈ സവോള കെട്ട് കുറച്ച് തന്നെയായിരുന്നു കടയിൽ. കാരണം ഒക്കെ 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യല്ലേ. എനിക്ക് അങ്ങനെ പടന്ന് പോയിട്ട് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. പേരയ്ക്ക് ഇത്ര വേണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിന് പകരം കൂർക്കയായിരുന്നു വേണ്ടത്. അത് പേരയ്ക്ക് കേടാവുന്നുണ്ട്. രണ്ടില്ല ഇവിടെ കേടാവണു. പിന്നെ ഇത് ഇത്രയും നല്ല ഇങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങാൻ തോന്നിയിട്ടാണ് കേട്ടോ. ഇത് 1 കിലോനാണ് കേട്ടോ. ഇത് നെല്ലിക്ക് 1 കിലോ ഉണ്ട്. അവിടെ കേടാവാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇനി മാങ്ങയും കൂടി ഉണ്ട് കേട്ടോ. ാണിത് 3 മാങ്ങിനും കിട്ടിയില്ല കേട്ടോ. പുളിയുള്ള മാങ്ങി തോന്നുന്നു. മത്തിയും കൂടി കിട്ടിയാൽ പൊളിക്കും. ഉണ്ണിയപ്പാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. എന്നും പറയും ഉണ്ണിയപ്പം വാങ്ങണം. എന്നിട്ട് അന്ന് നെയ്യപ്പം അത് ഓർമ്മ ഉണ്ടായി. ആ സത്യത്തിൽ ഉണ്ണിയപ്പത്തിന്റെ കാര്യം കച്ചനെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇത്രയും
പിന്നെ മൈസൂർ പാക്ക് കാണിച്ചിട്ടുണ്ട് ലഡു. ഇത് വാങ്ങിച്ചു. മൈസൂർ പാക്ക് മാത്രം മാറ്റി കേട്ടോ. ഇതാണ് സ്വീറ്റ്സ് ഐറ്റം കേട്ടോ. പിന്നെ ജിലേബി. ഇത്രയാണ് സ്വീറ്റ്സ് ആയിട്ട് വാങ്ങിയത്. ഇപ്പോൾ ഇവരുടെ സെലക്ഷൻ ശരിയായില്ല എന്നാണ് പറയുന്നത് ചിപ്സിൻ്റെ കാര്യത്തിൽ. ഇവർക്ക് കൂർക്ക് കൂടുതൽ വേണമായിരുന്നു. പിന്നെ ചിപ്സ് ശർക്കരവരട്ടി വേണ്ട. പിന്നെ ഇതങ്ങോട്ട് ആദ്യം പ്ലാൻ ഇല്ലായിരുന്നു, പിന്നീട് കണ്ടപ്പോഴേ വാങ്ങിയതേ ഉള്ളൂ. വെട്ടി തുറന്നിട്ടില്ല. അവരോടെ പിന്നെ ആദ്യത്തെ മാറ്റി എടുക്കല്ലേ. പിന്നെ ഇതിൽ ഞാൻ ചുരിദാർ തയ്ച്ചു കേട്ടോ. 1 hour കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാർ ഞാൻ ഇവിടുന്ന് മെറ്റീരിയൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചുരിദാർ എവിടെ തയ്ച്ചത്? അതവിടെ ഇതിലാണ്. ഇതാ അത് ആദ്യം കാണിക്കും. ഇത് ഞാൻ ഇവിടുത്തെ ക്ലോത്ത് വാങ്ങിപ്പോയതായിരുന്നു. അതിന് ചുരിദാർ തയ്ച്ചു 1 hour കൊണ്ട് 550 ഒരു ടോപ്പിനിട്ടാ. ഭയങ്കര കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ ഒട്ടും തയ്ച്ച് നന്നായിട്ടുമില്ല. അവർ പറഞ്ഞു ക്ലോത്തിൻ്റെയാണ്. അരമണിക്കൂറുകൊണ്ട് കാര്യം നിർത്തുന്നു, 1 മണിക്കൂറുണ്ട്. പക്ഷേ 1250 രൂപ 2 ടോപ്പ് തയ്ച്ചിരുന്നു. വേണ്ടായിരുന്നു തോന്നി. നമുക്ക് റെഡിമെയ്ഡ് നല്ല വാങ്ങിയത്. കാരണം 2000 രൂപയ്ക്ക് നല്ല ഫുൾ സെറ്റ് ചുരിദാർ ഇട്ടുമായിരുന്നു. ഇതാണ് തയ്ച്ചത്. ഇത് ഒട്ടും ശരിയായിട്ടുമില്ല. ഇറക്കം പോലും കുറവ് പോലെ. ആദ്യം കഴിച്ച് കാണിക്കും. അത് ഒരു ഇത് വേറെ ഞാൻ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2 ടോപ്പ് മാത്രമേ തയ്ച്ചുള്ളൂ. അത് നന്നായി ഒരു കണക്കിൽ. കാരണം തയ്ച്ച് ശരിയായിട്ടുമില്ല. പിന്നെ ഇതിന് 1250 രൂപ 2നും കൂടിയിട്ട്. കാരണം 1 hour തയ്ക്കുമ്പോൾ അവർ കൂടുതൽ വാങ്ങുന്നു. പിന്നെ തയ്ച്ചു അത്ര തന്നെ. പിന്നെ വേറെന്താ? ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി തന്നെ തുറക്കാത്തതാണ് കേട്ടോ. ഇതൊന്നും തുറന്നിട്ടേ ഇല്ല. ഇതൊക്കെ കൊണ്ടുപോയി അതേപോലെ തന്നെ ഡ്രസ്സുകൾ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന് തന്നെ കൂർക്കൊണ്ടുള്ള ഒരു ക്വിക്ക് ലഞ്ച് നമ്മൾ പെട്ടെന്ന് അടുത്ത ദിവസം ഉണ്ടാക്കിയതും കൂടി കാണിക്കുന്നു. ഇതാ വലിയ കുറുക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒരു വാട്ടം തട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാൻ പറ്റുന്ന ക്ലീൻ ചെയ്യാനുള്ള മാർഗം. യഥാർത്ഥത്തിൽ വേണ്ടത് ചാക്കാണ്. നമുക്ക് ചാക്കില്ല. ചാക്കിന് പകരം നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുത്തിരിക്കുന്നു. അത് കണ്ടു. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം. മണ്ണ് മാറ്റിയിട്ട് നമുക്ക് വേറെ കവറിലിട്ടിട്ട് വീണ്ടും ഒന്നുകൂടി അടിക്കാം കേട്ടോ. കണ്ടില്ലേ മണ്ണൊക്കെ പോകുന്നത്? ഇത്തിരി മണ്ണായിരുന്നു ഇതിൽ. 200 ഗ്രാം മണ്ണ തോന്നുന്നു. ഇത് കാണിച്ച് ഞാൻ വേറെ കവർ കൂടി എടുക്കട്ടെ. ഇതാ ഇത്തിരി മണ്ണാണ് കേട്ടോ. 200 ഗ്രാം മണ്ണുണ്ട് തോന്നുന്നു. 1/2 കിലോയിൽ 300 ഗ്രാം കൂർക്കയും 200 ഗ്രാം മണ്ണ് തോന്നുന്നു. ഇതൊക്കെ കല്ലാണ് കേട്ടോ. കുറുക്കിയല്ല. എനിക്കൊക്കെ എന്താ അത്രയും മണ്ണ്. ഇത് അവിടുന്ന് അടിച്ചിട്ട് വാങ്ങിക്കാം. അതെ, ഇത് അവിടുന്ന് ഞാൻ മാറ്റി വാങ്ങുന്നതായിരുന്നു. എനിക്ക് ലഗേജിൽ ഇതൊക്കെ മണ്ണ്. ഇതൊക്കെ കല്ലാണ്. ഇത് കണ്ടില്ലേ? കല്ലാണ്. ഇത് പ്ലാസ്റ്റിക് കവറല്ല, ബയോഡിഗ്രേഡബിൾ കവറാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് വേഗം കയറിയത്. പിന്നെ എന്തായാലും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് നോക്കാം. ഹായ്, ഇതാണ് നമ്മുടെ കൂർക്ക. ഇതിലങ്ങനെ മണ്ണെന്നിട്ട് കഴുകിയാൽ കുറേ വൃത്തിയായി പോയി. ശരിക്കും തൊലി പോയിട്ട് കണ്ടില്ലേ? ഇനി നന്നായിട്ട് നമ്മൾ കുറച്ച് കഴുകിയിട്ട് ബാക്കിയിട്ട് കത്തിയോട് നിന്ന് വരണ്ടെടുത്താൽ മതി. കുറേ മെത്തേഡുകളുണ്ട് കൂർക്ക കളയാൻ. ചാക്കൊക്കെ ആണെങ്കിൽ നല്ല വേഗത്തിലാവും. പിന്നെ നല്ല ഫ്രഷ് കൂർക്കയാണെങ്കിൽ വേഗത്തിലാവും. എത്ര അടിക്കണം? ഞാൻ ഒരുപാട് നേരം ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഫുള്ള് കാണിച്ച അത്ര നേരം തന്നെ അടിച്ചിട്ടുള്ളൂ.
അയ്യോ അത്ര മണ്ണ് കേട്ടോ. അതൊക്കെ മണ്ണാണ്. 2 കിലോനെങ്കിലും കൊടുന്നാലും എന്തിനേലും ഉള്ളൂ. പക്ഷേ ലഗേജും ഒക്കെ വിചാരിച്ചിട്ട് എനിക്ക് 1 കിലോ കൂടിയൊക്കെ സാധനങ്ങൾ കൊണ്ടുവരായിരുന്നു. പക്ഷേ നമുക്ക് പേടിയല്ലേ, ലഗേജ് അഴിക്കേണ്ടി വരുമോ കെട്ടേണ്ടി വരുമോ. എണ്ണാവുന്ന അത്ര കുറുക്കിയുള്ളത് 1/2 കിലോ ഉണ്ടാണാവും. നോക്കി ചളി കാണുമ്പോൾ ഇത്ര ചളി വിചാരിച്ചില്ല കേട്ടോ. ഒരു കുറുക്ക് അതാ എടുക്കുന്നു. 18 കുറുക്കിയാന്ന് പറഞ്ഞത്. അടിച്ചതിൽ തന്നെ തൊലി ഫുള്ള് പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും ആദ്യം കഴുകിയിട്ടാണ് അടിക്കാറ്. ഞാൻ ഫുള്ള് ഇത്രയും കൂടെ വാടി അതുകൊണ്ട് ഫുള്ള് തൊലി പൂല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒട്ടും ചളി കളയാതെ അടിച്ചത്. കാരണം 2 ദിവസം ഞാൻ അവിടെ തുറന്നിട്ട് തന്നെയായിരുന്നു അത്. കവറിലാക്കി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വാടിയത്, അപ്പോൾ ഇനി തൊലി പോകാൻ പാടുണ്ടാവും. അപ്പോൾ അടിച്ചാൽ മണ്ണൊക്കെ പോയിട്ട് പിന്നീട് കഴുകിയിട്ട് കത്തി കൊണ്ട് വരണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ തൊലിയും പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും, ചാക്കിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എത്ര പേര് കൂർക്ക ഇങ്ങനെയാണോ കൂർക്ക ക്ലീൻ ചെയ്യാറ് എന്നുള്ളത് കമൻ്റായിട്ട് പറയണേ. ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അതാ മീശ എന്നല്ലേ പറയുക, എന്താ പറയാറ് ഇതിന്, നമ്മൾ മീശ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ കളയുക. കളഞ്ഞു കഴിഞ്ഞിട്ട് കുറുക്കൊണ്ട് ഒരുപാട് കറികൾ വയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആകെ കുറുത്തരല്ലേ കുറുക്കുള്ളൂ. ഇത് മുളയ്ക്കുന്നില്ല, അതിനങ്ങനെ ഉണ്ടാവും. ഇവിടെ കിട്ടുകയൊക്കെ ചെയ്യൂട്ടാ. നമ്മൾ ഷോപ്പിന് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വില എത്രയെന്നുള്ളത് നോക്കണം. ഫ്രഷ് ഒന്നും ആവില്ല, കുറച്ച് ഉണങ്ങിയതൊക്കെയാവും. ഞാൻ കാണാറുണ്ട്. അതിങ്ങനെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇരിക്കുന്നുണ്ടാവും. കാരണം ആരും വാങ്ങില്ല എന്നല്ല കേട്ടോ. എന്നാലും പൊതുവേ എല്ലാവരും നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവരിക. എല്ലാം അങ്ങനെ നന്നാക്കിയിട്ട് നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് നന്നായിട്ട് വീണ്ടും മഞ്ഞൾ ഇട്ടിട്ട് ഉരച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. മഞ്ഞളിട്ട് ഉരയ്ക്കണത് എന്തിനാ? വെറുതെ അതിൽ വിഷാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ, മണ്ണിൻ്റെ അടിയിലുള്ളതല്ലേ, റൂട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞളിട്ടിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് ഒന്ന് കഴുകാറുണ്ട്. എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഞാൻ വെറുതെ വേവിച്ചിട്ട് എണ്ണയൊന്നും വെറുതെ മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് വെറുതെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ. അല്ലാതെ എണ്ണയിലിട്ടിട്ട് നമ്മൾ ചേനപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ലെവലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കൂർക്കയും കായും ചിക്കനൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കാനൊക്കെ പറ്റും. കൂർക്ക ചിക്കനും ഇടും. ഇട്ടിട്ട് ഉരച്ച് വെച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഒരു 10-20 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂർക്ക നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ടാണ്, മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകിയതായിരുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് നിന്നു. അപ്പോൾ അതിലാണ് നേരം പോയത്. അപ്പോൾ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നശിപ്പിക്കാതെ ഇത് വെറുതെ കുറച്ച് മഞ്ഞളിട്ടിട്ട് അധികം എണ്ണയിലൊന്നും ഇടാതെ മഞ്ഞളിട്ടിട്ട് വെറുതെ വേവിക്കുക. അതിനുശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെറുതെ വെള്ളമാക്കിയിട്ടാ. രണ്ടില്ല ഇത്ര വെള്ളം ഉണ്ടാവും. ചെറിയ കുക്കറാണ്, പക്ഷെ ഇതിൽ അധികം പ്രഷർ നിൽക്കില്ല. അതുകൊണ്ട് വിസിലൊന്നും ഇല്ല. അതിനൊക്കെ മുന്നേ ചെറിയ തീയിലിട്ട് വേവിക്കുക ചെയ്യാം. പ്ലേറ്റ് ഇടണ്ട. അല്ല
അപ്പോൾ ഇതാണ് ഇട്ടാ നമ്മുടെ കൂർക്കുപ്പേരി. അപ്പോൾ എല്ലാവരും വ്ളോഗ് ഫുള്ളായിട്ട് തന്നെ കാണുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റൊക്കെ പറയണം, എല്ലാവരും കമൻറ്റ് എഴുതണം. പിന്നെ വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും. താങ്ക് യു ഓൾ.